കുടുംബശ്രീ ഭാരവാഹികൾക്ക് പണം നൽകി വോട്ട് പിടിക്കാൻ CPM നീക്കം. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം. CDS കാട്ടാക്കട പഞ്ചായത്ത് ചെയർമാൻ അനസൂയയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. എല്ലാ ADS അംഗങ്ങൾക്കും 1000 രൂപ വീതം നൽകാമെന്ന് ശബ്ദ സന്ദേശത്തിലുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കണമെന്നും ഓഡിയോയിൽ വ്യക്തമാക്കുന്നു. CDS അംഗങ്ങളെ ADS അംഗങ്ങൾക്ക് കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി ഓരോ ADSലും 1000 രൂപ വീതം കൊടുക്കണം എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചു. ഓരോ ADSനും 1000 രൂപ വീതം കമ്മിറ്റി കൂടുമ്പോൾ അവരുടെ ചെലവിന് വേണ്ടി കൊടുക്കണം എന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ആ പൈസ ഇതാ എല്ലാവരെയും അക്കൗണ്ടില് ഇന്ന് പൈസ ഇടാൻ ജില്ലാ മിഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. 1000, 2000 രൂപ വീതം ADSകളിൽ ഇടണം എന്ന് ജില്ലാ മിഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷ സർക്കാരെ സഹായിക്കണം കേട്ടോ. എല്ലാ ADS അംഗങ്ങളും എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും സഹായിക്കണേ. ഇതാ ഇപ്പം ഇന്ന് തൊട്ട് 2000 രൂപ വരും. ഞാൻ ഇതാ കാട്ടാക്കട പോയി ഒപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ADS കമ്മിറ്റി കൂടുമ്പോൾ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി 1000 രൂപ മാസം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ 1000വും അടുത്ത 1000വും കൂടി 2000 രൂപ ആയിട്ട് ഇന്ന് എല്ലാ ADS അക്കൗണ്ടുകളിലും വരും. ഞാൻ ഒപ്പിട്ട് കൊടുത്താലേ വരുള്ളൂ. എല്ലാ ADS അംഗങ്ങളും നമ്മളെ സഹായിക്കണേ. എല്ലാ ADS അംഗങ്ങൾക്കും പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. ഇതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, അവസാന നിമിഷം പണം നൽകി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണോ CPM? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഒറ്റ ഒരു രീതിയിൽ തന്നെയാണ് CPM ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. ഇത് വന്നിരിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ CDSന്റെ ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ്. അതിൽ ഈ CDSന്റെ ചെയർമാനായിട്ടുള്ള അനസൂയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രീതിയിലൊരു ശബ്ദ സന്ദേശം ഇട്ടേക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒന്ന് നിങ്ങൾക്ക് തരാമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ 1000 രൂപ, അതായത് CDS കമ്മിറ്റി ADS യോഗം ഒക്കെ ചേരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് 1000 രൂപ വെച്ച് തരാമെന്നുള്ളത് ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ്. ആ വാഗ്ദാനം ഞങ്ങൾ പാലിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ തരാനുള്ള തുകയും ഇനി ഒരു തവണ കൂടി യോഗം ചേരാനുള്ള തുകയും കൂടി ചേർത്ത് 2000 രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തും. അതിനുള്ളൊരു അക്കൗണ്ടിൻ്റെ നിന്നും പണം മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കാൻ താൻ പോവുകയാണ്. എല്ലാവർക്കും ഇന്ന് തന്നെ ഈ 2000 രൂപ എത്തും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കണം, ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് കൃത്യമായി ഈ ശബ്ദ സന്ദേശത്തിലൂടെ CDS ചെയർമാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എത്ര പരിതാപകരമാണെന്ന് നോക്കൂ. കുടുംബശ്രീ പോലെയുള്ള CDS പോലെയുള്ള സംവിധാനങ്ങളെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാക്കി മാറ്റുകയാണ് CPM എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്, ഒരു ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണെന്ന് ആലോചിക്കണം ഇത്തരമൊരു ശബ്ദ സന്ദേശം വരുന്നത്. നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കണം, എല്ലാവർക്കും പണം തരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, പ്രത്യേകിച്ച് കൊട്ടിക്കലാശം ആകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണം തുടങ്ങി മറ്റന്നാൾ പറയുന്ന രീതിയിൽ എല്ലാവരും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് അതിൻ്റെ പോളിംഗ് നടക്കാൻ പോവുകയാണ്. അതിന് ഒരു ദിവസം മുൻപ് അല്ലെങ്കിൽ 1.5 ദിവസം മുൻപ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നയവുമായി CPM രംഗത്ത് വരികയാണ്. അതിന് CDS പോലെ ഒരു സംവിധാനം ഉപയോഗിക്കുന്നു. വളരെ കൃത്യമായി പറയുകയാണ്, പണം തരാം, വോട്ട് തരണം എന്നുള്ളത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തർക്കമില്ല. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ എല്ലാ സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് മറ്റ് ക്ഷേമ പെൻഷൻ പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാത്ത സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് പണം നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം, അവർക്കൊരു സാമ്പത്തിക സഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ പ്രഖ്യാപനം നടപ്പിലാകാൻ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ നടക്കുകയില്ല എന്നതുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതുപോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട വ്യാജ ഫോമുകൾ പലയിടത്തും വിതരണം ചെയ്തിരുന്നു. അത് ജനൻ TV പുറത്തു കൊണ്ടുവന്നിരുന്നത്. പിന്നാലെ വ്യാജ ഫോമുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്ത് വന്നു. അത്തരം അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നറിയിച്ചു. അതിന് പിന്നാലെയാണ് CDSകളെ ഉപയോഗിച്ച്, കുടുംബശ്രീയെ ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പണം നൽകി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം അത് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏതുതരം സ്കീമാണെങ്കിലും ശരി, ഇത്തരം ചില നടപടികൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ പാടുണ്ടോ എന്നത് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ ഇനി നൽകാമെങ്കിൽ തന്നെയും സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ അത്തരമൊരു സാമ്പത്തിക സഹായം നൽകാനുള്ള ഉണ്ട് എങ്കിൽ കൂടിയും, അത് നൽകുന്നു എങ്കിൽ കൂടിയും
അതുപയോഗിച്ചുകൊണ്ട് അങ്ങനെ പണം തരുന്നത് കൊണ്ട് തങ്ങൾ വോട്ട് ചെയ്യേണ്ടത് CPM-നാണ്, ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു CDS ചെയർമാൻ പോലെയുള്ള സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൃശ്യ. ശരി, പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓരോ ADS അംഗത്തിനും 1000 രൂപ വീതം നൽകാം, സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കണമെന്നാണ് ഇപ്പോൾ CDS ചെയർമാന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്.